കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു. ചില ടി വി ചാനലുകളുടെ കാർഡുകൾ ഫേസ്ബുക്ക് നീക്കം ചെയ്തു. അതിന് പിന്നിൽ വി ഡി സതീശനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് പോയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തതെന്നാണ് ആരോപണം. പക്ഷേ ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മെറ്റയുടെ വാർത്താക്കുറിപ്പ് വന്നു. മെറ്റ ഒരു വിവരം പുറത്തുവിട്ടു. അതായത് ഞങ്ങളുടെ AI അപ്ഡേഷനിലുണ്ടായ പ്രശ്നം കാരണമാണ് ഈ കാർഡുകളൊക്കെ അപ്രത്യക്ഷമായത്. അതെല്ലാം പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥാപനങ്ങളുടെ കാർഡുകളൊക്കെ എല്ലാവരുടെയും പോയിട്ടുണ്ട്. അതിനകത്ത് കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അങ്ങനെ മെറ്റ പറഞ്ഞിട്ടും നമ്മുടെ MV ഗോവിന്ദനെയും A റഹീമും ഒരു മാധ്യമപ്രവർത്തകരുണ്ട് KK ഷാഹിനെയും ഇവരാരും സമ്മതിച്ചു തരിക. സമ്മതിക്കില്ല. അവർ സമ്മതിക്കില്ല. കാരണം അവർ അന്തം കമ്പികളാണ്. ഒരു വശത്തേക്ക് മതം അവർ നോക്കുന്ന ആളായത്. അതെ, ഇവർ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ സതീശൻ്റെ പ്രതികാര നടപടിയാണ്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ മനഃപൂർവ്വം അവരുടെ കാർഡുകൾ മാത്രം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പരമ്പരക്കാരും CPM-ആയിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അവരെന്ന് വെച്ചാൽ അഭേദ്യ ബന്ധമാണ്. അതെ, സ്വാഭാവികമായി വേറെ എങ്കിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് എങ്ങാനും ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ അത് കളയുമായിരുന്നു. പോട്ടെ, അത് സ്വാഭാവികം കിട്ടേണ്ടതാണെന്ന് പറയുമായിരുന്നു. സ്വന്തക്കാരനായി പോയില്ലേ, സ്നേഹം വേണ്ടേ? ഈ കാർഡുകൾ പുനഃസ്ഥാപിച്ചപ്പോൾ ഈ ചാനലിൽ വന്ന ബ്രേക്കിംഗ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മെറ്റ മുട്ടുമടക്കി റിപ്പോർട്ടറിന് മുന്നിൽ കാർഡുകൾ പുനഃസ്ഥാപിച്ചു. പണ്ട് മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് ആരോ ഇവിടുത്തെ CPM-കാർ പറഞ്ഞ മുട്ടുമടക്കി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പറഞ്ഞ പോലെ മെറ്റ മുട്ടുമടക്കി. കാരണം ഞങ്ങളെ ഭയന്നു, ഞങ്ങൾ നിയമനടപടി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ മുട്ടുമടക്കി. എന്താ നാണവും മാനവും ഉളുപ്പും എന്ന് പറഞ്ഞൊരു സാധനമില്ല. വേറൊരു പാർട്ടി അറിഞ്ഞാലോ, അതായത് ജെമിനി പറഞ്ഞു ഇത് സതീശനാണ് നീക്കം ചെയ്യിച്ചത്, തോമസ് ഐസക്. അപ്പോൾ അതിന് പകരമായിട്ട് വസന്ത് സിറിയക്ക് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ, അയാൾ പറഞ്ഞു ഞങ്ങൾ ജെമിനിയോട് ചോദിച്ചപ്പോൾ ഇയാൾക്ക് കയറുപിരിയിലാണ് ഡോക്ടറേറ്റ് എന്ന് അറിയാൻ. അതെ, ഒന്നാമത്തെ കാര്യം CPM-ന്റെ നേതാക്കൾക്കാർക്കും ഈ സാങ്കേതിക വിദ്യയിൽ IT മേഖലയിൽ വലിയ പിടിയൊന്നും, പക്ഷേ പിടിയുണ്ട് എന്ന് ഭാവിക്കുകയും ചില പദങ്ങൾ എവിടെന്നെങ്കിലും കടമാറ്റോണ്ട് ആരെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നിട്ട് 4-5 വാക്കുകൾ തട്ടിവിടുകയും ചെയ്യും. സാങ്കേതിക വാക്കുകൾ. അല്ല, അപ്പം ഗോവിന്ദ സ്ഥിരം പറയുന്നില്ല, അത് AI ആണ്. അത് AI ആണ്. പണ്ട് ക്ലോണിങ് ആണെന്ന് പറയുന്നത്. പണ്ട് ഈ പടം മോർഫ് ചെയ്യുന്നതിന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്ന് ആ പടം ക്ലോണിങ് ചെയ്തതാണെന്ന് പറയും. മോർഫ് ചെയ്തതിനെയാണ് ഈ ക്ലോണിങ് എന്ന് പറയുന്നത്. അതൊരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മുതലാളി കണ്ടില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻസ് ചോദിക്കുന്നുണ്ട്, ഇത് ക്ലോണിങ് ചെയ്തതാണെന്ന്. ക്ലോണിങ് പലർക്കും അറിയില്ലല്ലോ. അതെ, എന്ന് പറഞ്ഞ പോലെ ഈ സാങ്കേതിക പദങ്ങളൊന്നും അറിയില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? മെറ്റയിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ്. അപ്പം എന്തിനു പറയുന്നത്? അപ്പം അന്ന് ഇവിടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന മരമുറിയുടെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചോദിക്കുക, നിങ്ങൾ കാർഡ് നീക്കം ചെയ്യില്ല. അപ്പോഴും വി ഡി സതീശൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, എനിക്കങ്ങനെ മെറ്റാ വഴി കാർഡ് നീക്കം ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു എന്ന് പുള്ളി ചോദിക്കുന്നു. പുള്ളി പറഞ്ഞു, ചേട്ടാ എന്റെ കാർഡ് എന്റെ പേജ് തിരിച്ചു തന്നിട്ടില്ല. അതെ, പുതിയ മുഖ്യമന്ത്രി വന്നിട്ട് കേരള മുഖ്യമന്ത്രിക്കുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അവർ തന്നിട്ടില്ല. അത് മാത്രമല്ല പുള്ളിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ ഇപ്പൊ കുട്ടി സഖാവ് എന്നും പറഞ്ഞ കണ്ടൊരു പേജ് ഉണ്ടായിരുന്നു. ഈ കുട്ടി സഖാവ് എന്ന് പറയുന്ന പേജ് പൂട്ടിപ്പോയി. അവനാണ് അതിനകത്ത് ചെയ്തത്. അപ്പം അതിന് രസകരമായ ഒരു കമന്റ് അത് ഞാൻ ഇതിനകത്ത് എഴുതിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ ജോൺ ഒരു ചാനൽ ചർച്ച വന്നിരുന്നു. ഈ കുട്ടി സഖാവ് പൂട്ടാൻ കാരണം പിണറായി വിജയൻ താഴെ ഒരു കമന്റ് ഇട്ടതാ. അദ്ദേഹം പറത്തിയ പ്രാവ് കുഴഞ്ഞു വീണ് ചത്തു, പിന്നെ എന്തൊക്കെ പുള്ളി തുടങ്ങി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഗതി പിടിക്കാതെ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടി സഖാവിന്റെ പോസ്റ്റ് കണ്ടുകൊണ്ട് പുള്ളി അതിനടിയിൽ കയറി കമന്റ് ഇട്ടോടെ ആ പേജും പൂട്ടിപ്പോയി. അവിടെയും പ്രശ്നമുണ്ട്. ഈ ഇത്ര വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അങ്ങനെ പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള യുദ്ധന്മാരാണ് ആധികാരികമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാം. അതെ, അപ്പോൾ ഇവർ നോക്കുമ്പോൾ എന്താണ്, റിപ്പോർട്ടർ ചാനലും സതീശനുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. സതീശൻ അവരെ ഡയറക്റ്റ് വേട്ടയാടുകയാണ്. എന്ത് കാര്യത്തിന്? മരം മുറിക്കാർ കള്ളത്തരം കാണിച്ചതിന് വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പിന്നെ മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതിനാണോ വേട്ട എന്ന് പറയുന്നത്? അല്ല, വേട്ട എന്ന് പറഞ്ഞാൽ അവർക്ക് പണിയതാണല്ലോ, ഇവരെ പാർട്ട്നേഴ്സ് ആണല്ലോ. അതെ, ഇവരെ സ്വന്തക്കാരല്ലേ. സ്വന്തക്കാരാകുമ്പോൾ ഒക്കെ ചങ്ങായില്ലേ. ഒക്കെ ചങ്ങായിക്ക് ഒരു ആപത്ത് വന്നാൽ കൂടെ നിൽക്കേണ്ടത് ആരുടെയും കടമയാണത്. നമ്മൾ ഏത് കൊലവം ചെയ്തിട്ട് വന്നാലും ഒരു സുഹൃത്തിനെ നമ്മൾ സംരക്ഷിക്കുമെന്നുള്ളതാണ് പാർട്ടി ലൈൻ. എന്തായാലും മെറ്റയ്ക്ക് മുന്നിൽ ആരൊക്കെയാണ് കണ്ണുരുട്ടിയെന്നറിയാമോ? CPM കണ്ണുരുട്ടി, ആൻഡോ അഗസ്റ്റിൻ കണ്ണുരുട്ടി, റിപ്പോർട്ടർ ചാനൽ കണ്ണുരുട്ടി. ഈ കണ്ണും കാലും ഒന്നും ഉരുട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്.
ഇത് മെറ്റ സമ്മതിക്കുന്നു, ഇത് ഞങ്ങളുടെ സാങ്കേതിക പിഴവാണെന്ന് സമ്മതിക്കുന്നു. അപ്പോഴും ഇവരെല്ലാം വന്നിട്ട് ഞങ്ങളിത് സമ്മതിക്കുകയല്ല എന്നാണ് പറയുന്നത്. ഇത് പല ഈ നേതാക്കന്മാരുടെ ഒരു വിഷയമാണ്. സാധാരണക്കാരെ ആളുകൾക്ക് എന്താണെന്നുള്ള അറിയില്ല, അവരെ പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഞങ്ങളിത് സമ്മതിക്കുകയില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ സതീശൻ്റെ കളിയാണ്. കേന്ദ്ര സർക്കാരും സതീശനും ചേർന്നുള്ള കളിയാണ്. എങ്ങനെ ഒരു ചാനലിൻ്റെ മാത്രം കാർഡുകൾ അപ്രത്യക്ഷമാകും? എങ്ങനെ അത് തിരിച്ചു വന്നു? സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രമാണ് പോയിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു? എന്തിനു പറയുന്നു, മോദിയുടെ വീഡിയോ അവർ മാറ്റി, അതെ, തിരിച്ചു വന്ന അവസാനം. ഇതൊക്കെ അവിടെ സംഭവിക്കുന്ന സ്വാഭാവിക കാര്യങ്ങളാണ്. ഇതൊരു സാങ്കേതികമായ കാര്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അവിടുത്തെ മെറ്റൽ ജോലി എന്ന് പറയുന്നത് തന്നെ കൂടുതലും മനുഷ്യരല്ല, ഇത് അൽഗോരിതം, ഇത് സാങ്കേതികം, പ്യൂർലി സാങ്കേതികമാണ്. ഇത് അവിടുത്തെ യന്ത്രം തന്നെ, കമ്പ്യൂട്ടർ തന്നെയാണ് സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ. അതല്ലാതെ ഇവിടെ നിന്ന് കുറേ BJP-ക്കാരെ കോൺഗ്രസ്സുകാരെ കൊണ്ട് നിർത്തി ജോലി വെച്ചിട്ടല്ല ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഇന്ന് ഉണ്ടെങ്കിൽ പോലും വിളിച്ച് പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മറ്റേ പണ്ട് ഒബാമ വെല്ലുവിളിച്ചിട്ടുണ്ട്, ചുരണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഞങ്ങളുടെ ഏറ്റുവിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ CPM നടത്തുന്ന നേതാക്കന്മാർ വെല്ലുവിളികൾ ഗംഭീരമാണ്. അതിൻ്റെ ഒരു കാര്യമാണെന്ന് കരുതിയാൽ മതി. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനത്തിന് വിവരം വെച്ച് പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരെ അടിച്ചിറക്കി ഓടിച്ച് ഇവിടെ നിന്ന് വിട്ടത് ഭരണത്തിൽ നിന്ന്. അപ്പം ഗോവിന്ദന് ആണ് AI എന്നൊരു പദപ്രയോഗം കൊണ്ടുവന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ച സംഭവം ഇയാടെയാണ്. ജെമിനി പറഞ്ഞു പോലും പിന്നെ പ്രാദേശിക ഗവൺമെൻറ് ഇടപെട്ടതുകൊണ്ടാണ് ഈ കാർഡുകളൊക്കെ നീക്കം ചെയ്തത്. ജെമിനിയോട് ചോദിച്ചപ്പോൾ ജെമിനി അങ്ങനെയാണെന്ന്. നമുക്കറിയാം, ജെമിനിയിൽ നമ്മളൊരു സംഭവം ചോദിച്ചാൽ അതിനടിയിൽ അവർ പറയും നിങ്ങൾ ആധികാരികത വേറെ പരിശോധിച്ചണമെന്ന് അവർ മെസ്സേജ് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴാണ് ഈ വസന്ത് സിറിയക്ക് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്, ഞങ്ങൾ ജെമിനിയോട് ചോദിച്ചു തോമസ് ഐസക്കിന് ഏത് ഇതിലാണ് ഡോക്ടറേറ്റ് എന്ന്, ഏത് വിഷയത്തിലാണ്, അപ്പം കയറുവിരിയിലാണെന്നാണ് അതിനകത്ത് കാണുന്നത്. അതായത് ഇത് നമ്മുടെ ഈ വിക്കിപീഡിയ പോലെയുള്ളൂ. വിക്കിപീഡിയയിൽ ആർക്കും കയറി തിരുത്താം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തുടർച്ചയായിട്ടൊരു 10 വ്യാജ നറേഷൻ എഴുതി ഗൂഗിളിൽ പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തു ഒരാളെക്കുറിച്ച് ഒരു 100 പേര് ഇരുന്ന് വ്യാജ നറേഷൻ ഉണ്ടാക്കി വിടുക. പിന്നെ അയാളെക്കുറിച്ച് ആരടിച്ചാലും ആദ്യം കിട്ടാൻ പോകുന്ന ഈ സാധനമാണ്. പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ഇടതുപക്ഷ മാധ്യമത്തിൽ ഒരു പ്രശസ്തനായ കവി മരിച്ചപ്പോൾ, ഇടതുപക്ഷ സഹയാത്രനായ കവി മരിച്ചപ്പം ഓടി വന്ന് അവിടുത്തെ റിപ്പോർട്ടർ ഡെസ്കിലുള്ള ഒരാളൊന്ന് വായിച്ചത് മുഴുവൻ ഈ കവിയുടെ കവിതകളെന്ന് പറഞ്ഞ് വായിച്ചാൽ പച്ചത്തറിയായിരുന്നു. കാരണം ഇദ്ദേഹത്തെ കവിയെ ഇഷ്ടമല്ലാത്ത ആരോ ഒരാളത് മുഴുവൻ അതിൽ കയറി തിരുത്തിയിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ബോധം അവിടെ ജോലി നോക്കിയിരുന്ന ആളും ഇല്ലായിരുന്നു. അപ്പം എന്താണെങ്കിലും അതിൻ്റെ പേരിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിച്ചിരിക്കുന്നു, മാധ്യമ മാരണ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ അടിയന്തരാവസ്ഥയെ അതിജീവിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ഇതിനെതിരെ പോരാടും, ഞങ്ങൾ ഇതിനെതിരെ ബഹളം വെക്കും, മാധ്യമ നിയമത്തിനെതിരെ ബഹളം വെക്കും. പറയുന്നതാരാ? പണ്ട് കമ്പ്യൂട്ടറിനും ഇന്റർനെറ്റിനെതിരെ സമരം ചെയ്ത ടീമുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ കിടന്ന് ഞൊളയ്ക്കുന്നത്. മാത്രമല്ല ഇവന്മാരെയൊക്കെ മക്കളും കൊച്ചുമക്കളും ജോലി ചെയ്യുന്ന അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികളിലുമാണ്. അത് മാത്രമല്ല ഇവർ മരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ അറിയില്ല എവിടെയാണെന്നുള്ളത്. താഴെ ചരം കൊടുത്തേക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മക്കൾ അമേരിക്കയിൽ മറ്റേ സിലിക്കൺ വാലിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നുള്ളത്. ഇവിടെ രാവിലെ തൊട്ട് പ്രസംഗമാണ് അമേരിക്കയ്ക്കെതിരെ. എന്താണെങ്കിലും മെറ്റാ ഗോവിന്ദൻ എന്നൊരു പേര് കൂടി ഇപ്പോൾ MV ഗോവിന്ദന് വന്നിരിക്കുകയാണ്. മെറ്റ കാരണം പെരുവഴിയിലായിപ്പോയി. ഇവർക്ക് സാങ്കേതിക പരിജ്ഞാനമില്ല, പ്രായോഗിക പരിജ്ഞാനമില്ല, ഒരു വിഷയത്തിനും യാതൊരു അറിവുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ TV ചാനലുകളുടെ കാർഡുകൾ പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പണ്ട് ഇവരുടെ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ പണ്ടത്തെ ഒരു മന്ത്രി, ഇവരുടെ പഴയ സഖാവ് മന്ത്രി വിദേശത്ത് പോയി നിക്ഷേപ രാഷ്ട്രീയം വേണ്ടി പോയിട്ട് IT എന്നുള്ള എഴുതിയിരുന്നപ്പോൾ അദ്ദേഹം കടലാസ് നോക്കി ഇറ്റെന്ന് വായിച്ചു എന്നാണ്. അവിടെ നിന്ന് സായിപ്പ് ഞെട്ടിയെന്നാണ്. ഇതെന്ത് സംഭവമാണ്, ഇയാളിന് കേരളത്തിലെ വല്ല പുതിയ കണ്ടുപിടുത്തം നടത്തിയതാണെന്ന് സംശയിച്ചു എന്നാണ്. അതാണ് ഇത്രയ്ക്ക് വിവരമാണ് ഈ കൊച്ചാട്ടന്മാർക്കുള്ളത്. അന്നേരം അവരാണ് ഈ നമ്മുടെ പിന്നെ ഇവിടെ കിടന്ന് ഞൊളയ്ക്കുന്നത്. സതീശനാണ് ഇതെല്ലാം ജയിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, എനിക്കിത്രയും സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് തിരിച്ചു പിടിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ഇത് കേന്ദ്രവും കോൺഗ്രസും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ ഫലമാണ് എന്നും പറഞ്ഞു. ഇവർ അന്തർധാരയുടെ ആളായിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ മെറ്റായ്ക്ക് വന്ന AI പ്രശ്നങ്ങളാണ്, അവരുടെ ഇതിൽ വന്നിട്ടുള്ള ടൂളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായി തീർന്നത്. എല്ലാ കാർഡുകളും പുനഃസ്ഥാപിച്ചു. അത് ആരുടെയും നേട്ടമൊന്നുമല്ല, അവർക്കുണ്ടായ സാങ്കേതിക പിഴവാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതിനിടയ്ക്ക് ട്രീ കട്ടർ കിടന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മെറ്റ മുട്ടുമടക്കി, ട്രീ കട്ടറിന് മുന്നിൽ മുട്ടുമടക്കിയെന്നാണ് പറയുന്നത്. ആരുടെ മുമ്പിലും അവർ മുട്ടൊന്നും മടക്കിയിട്ടില്ല. അവർ കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. അവർക്ക് പറ്റിയത് സാങ്കേതിക പിഴവ് മാത്രം.